2024 IPL സീസണിന്റെ തുടക്കത്തിൽ ടൂർണമെന്റിലെ അത്ഭുതമാകുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ട താരങ്ങളുടെ പട്ടികയിൽ ഒന്നുമില്ലാതിരുന്ന ഒരു താരം. എന്തിനേറെ ഇന്ത്യക്ക് വേണ്ടി ഒരു രാജ്യാന്തര മത്സരം പോലും കളിച്ചിട്ടില്ലാത്ത ആ 23 വയസ്സുകാരൻ IPL അന്തിമഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ ഈ ടൂർണമെന്റിലെ അത്ഭുതമാണ്. അയാളുടെ പേര് അഭിഷേക് ശർമ്മ, പഞ്ചാബിലെ അമൃത്സർ സ്വദേശി. ഇന്ത്യൻ ക്രിക്കറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടറായിരുന്ന യുവരാജ് സിംഗിന്റെ നാട്ടുകാരനായ അഭിഷേക് ശർമ്മ പലപ്പോഴും ആരാധകരുടെ ആ പഴയ വിൻറ്റേജ് യുവിയെ അനുസ്മരിപ്പിക്കുന്ന താരമാണ്. കരിയറിൻ്റെ തുടക്കകാലത്ത് അത്യാവശ്യം ബാറ്റ് ചെയ്യാൻ അറിയാമായിരുന്ന ഒരു ലെഫ്റ്റ് ആം സ്പിന്നറായിരുന്ന അഭിഷേക് ഇന്നെത്തി നിൽക്കുന്നത് 2024 IPLിലെ ഏറ്റവും വിനാശകാരിയായ ബാറ്റർ എന്ന നിലയിലാണ്. ഹിറ്റ്മാനും കിങ് കോഹ്ലിയും എല്ലാം അരങ്ങുവാഴുന്ന കുട്ടി ക്രിക്കറ്റിൻ്റെ ഈ എഡിഷനിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടുന്ന താരം അഭിഷേക് ശർമ്മ എന്ന സൺറൈസേഴ്സ് ഹൈദരാബാദിൻ്റെ ഓപ്പണറാണെന്ന് പറയുമ്പോഴാണ് ഈ IPLിൽ അദ്ദേഹം ടീമിന് നൽകുന്ന ഇമ്പാക്റ്റ് മനസ്സിലാകുന്നത്. IPLിൻ്റെ ചരിത്രത്തിൽ തന്നെ ഒരു സീസണിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടുന്ന ഇന്ത്യൻ താരം കൂടിയായ അഭിഷേക് ശർമ്മ 14 മത്സരങ്ങളിൽ 470 റൺസുമായി ടൂർണമെൻറ്റിലെ റൺ വേട്ടക്കാരുടെ പട്ടികയിലും ആദ്യ 10-ൽ തന്നെയുണ്ട്. അതും 207 എന്ന മാരകമായ സ്ട്രൈക്ക് റേറ്റിൽ. ഇത്രയും ഉയർന്ന സ്ട്രൈക്ക് റേറ്റിൽ മറ്റൊരു താരവും സീസണിൽ 400 പിന്നിട്ടിട്ടില്ല. പക്ഷേ ഇത്രയും മികച്ച റെക്കോർഡ് ഉണ്ടായിട്ടും രസകരമായ ഒരു വസ്തുത എന്നാൽ സീസണിലെ ഒരു മത്സരത്തിൽ പോലും അഭിഷേക് ശർമ്മ 28 ബോളുകളിലധികം നേരിട്ടിട്ടില്ല എന്നതാണ്. ഓരോ ബോളും സൂക്ഷിച്ചു കളിക്കുക എന്ന ക്രിക്കറ്റിൻ്റെ അടിസ്ഥാന തത്വങ്ങൾക്ക് ഈ പുതുതലമുറ ക്രിക്കറ്ററുടെ ശൈലിയിൽ സ്ഥാനമില്ല. ആദ്യ പന്ത് മുതൽ ബൗണ്ടറിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. 9ാമത് ഇറങ്ങുന്ന നായകൻ പാറ്റ് കമ്മിൻസ് വരെ ബാറ്റ് ചെയ്യുന്ന ടീം, അതുകൊണ്ട് തന്നെ അതിനുള്ള ലൈസൻസ് അയാൾക്ക് നൽകിയിട്ടുമുണ്ട്. ശർമ്മയുടെ ഓപ്പണിംഗ് പങ്കാളിയായ ഓസ്ട്രേലിയൻ ബാറ്റർ ട്രാവിസ് ഹെഡ് കൂടി എത്തിയതോടെ ടൂർണമെൻറ്റിലെ ഏറ്റവും വിനാശകാരിയായ ഓപ്പണിംഗ് സഖ്യമായി ഇരുവരും മാറിക്കഴിഞ്ഞു. 2016 ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ അണ്ടർ-60 ടീമിലൂടെയാണ് അഭിഷേക് ശർമ്മ എന്ന ഓൾറൗണ്ടർ വെളിച്ചത്തിലേക്ക് എത്തുന്നത്. 2018 അണ്ടർ-90 വേൾഡ് കപ്പ് നേടിയ ഇന്ത്യൻ ടീമിലും അഭിഷേക് ശർമ്മയ്ക്ക് സ്ഥാനമുണ്ടായിരുന്നു. 2018 സീസണിലാണ് ശർമ്മയ്ക്ക് IPLിലേക്കുള്ള വഴി തെളിയുന്നത്. 55 ലക്ഷം രൂപയ്ക്ക് ഡൽഹി ഡെയർ ഡെവിൾസാണ് പഞ്ചാബ് താരത്തെ ടീമിലെത്തിച്ചത്. ഡൽഹിയിൽ 3 മത്സരം മാത്രം കളിച്ച താരം തൊട്ടടുത്ത സീസണിൽ ഹൈദരാബാദിലെത്തിയെങ്കിലും ആ സീസണിലും വേണ്ടത്ര അവസരം അദ്ദേഹത്തിന് ലഭിച്ചില്ല. 4 സീസണുകളിൽ വെറും 22 മത്സരങ്ങളിൽ മാത്രമാണ് അദ്ദേഹത്തിന് മൈതാനത്തിറങ്ങാൻ സാധിച്ചത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കഴിവിൽ വിശ്വാസമുണ്ടായിരുന്ന ഹൈദരാബാദ് മാനേജ്മെൻറ്റ് അയാളെ കൈവിട്ടില്ല. 2022 ലേലത്തിൽ 6.5 കോടി രൂപയ്ക്കാണ് അഭിഷേക് ശർമ്മയെ ഹൈദരാബാദ് നിലനിർത്തിയത്. ആ സീസണിൽ 426 റൺസ് അടിച്ചുകൂട്ടിയാണ് അയാൾ ടീമിനോടുള്ള തൻ്റെ നന്ദി അറിയിച്ചത്. എന്നാൽ കഴിഞ്ഞ സീസൺ ശർമ്മയെ സംബന്ധിച്ച് മികച്ച ഒരു വർഷമായിരുന്നില്ല. ആകെ നേടിയത് 226 റൺസ്. എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മിന്നുന്ന ഫോം തുടർന്ന അഭിഷേക് ശർമ്മ ഹൈദരാബാദിൻ്റെ വിശ്വാസം നേടി. അങ്ങനെയാണ് 2024 IPLിലെ ഏറ്റവും മികച്ച താരങ്ങളുടെ ഒരാളിലേക്കുള്ള അഭിഷേക് ശർമ്മയുടെ കടന്നുവരവ്. IPLിൽ വെടിക്കെട്ട് തീർക്കുന്ന ഈ പഞ്ചാബി ക്രിക്കറ്ററുടെ നേട്ടങ്ങൾക്ക് പിന്നിൽ മറ്റൊരു പഞ്ചാബി കൂടിയുണ്ട്, സാക്ഷാൽ യുവരാജ് സിംഗ്. യുവരാജിനൊപ്പമുള്ള നെറ്റ്സിലെ സെഷനുകളാണ് പലപ്പോഴും തനിക്ക് ഗുണം ചെയ്തതെന്ന് അഭിഷേക് ശർമ്മ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പേരാണ് ബ്രയാൻ ലാറ എന്ന ഇതിഹാസത്തിൻ്റേത്. അദ്ദേഹം ഹൈദരാബാദിലുണ്ടായിരുന്ന സമയം പകർന്നു നൽകിയ പാഠങ്ങൾ അഭിഷേക് ശർമ്മയ്ക്ക് അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഗുണപരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കാരണമായിട്ടുണ്ട്. 2024 IPLിന് പിന്നാലെ US പറക്കാനൊരുങ്ങുന്ന ഇന്ത്യയുടെ വേൾഡ് കപ്പ് ടീമിൽ അഭിഷേക് ശർമ്മയ്ക്ക് തൽക്കാലം സ്ഥാനമില്ല. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യയുടെ നീല ജേഴ്സിയിലേക്കുള്ള യാത്രയിൽ അദ്ദേഹത്തിന് ഇനി ഏറെ ദൂരം താണ്ടേണ്ടി വരില്ല എന്നത് തീർച്ചയാണ്.